നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഒരു പെർഫെക്റ്റ് ബട്ടർ ക്രീം ഐസിങ്ങിന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബട്ടർ ക്രീം ഐസിങ്ങിന്റെ റെസിപ്പി ചെയ്യണമെന്ന്. വിപ്പിംഗ് ക്രീം ഒന്നും എല്ലാവർക്കും കിട്ടാനൊന്നും ഇല്ലല്ലോ, അപ്പം അങ്ങനെയുള്ളവരാണെന്ന് തോന്നുന്നു ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ക്രീം ഐസിങ്ങിന്റെ റെസിപ്പിയാണിത്. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ 3 തരത്തിൽ ബട്ടർ ക്രീം ഐസിങ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഏത് ഇൻഗ്രീഡിയൻസ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഈ ബട്ടർ ക്രീം ഐസിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ 3 തരത്തിൽ ചെയ്യുന്ന സമയത്തും ഏതാണ് ടേസ്റ്റ് കൂടുതൽ, ഏതാണ് നല്ല ടെക്സ്ചർ വൈസ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതാണ് ഓരോരുത്തർക്കും താല്പര്യം എന്നുള്ളതനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ ക്രീം ഐസിങ്ങിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ബട്ടർ ക്രീം ഐസിങ് ചെയ്യാനായിട്ട് നമ്മൾ ഐസിങ് ഷുഗർ വെച്ചാട്ടോ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 98 രൂപ കണ്ടാണ് 1 കിലോക്ക് വരുന്നത്. 400 ഗ്രാം ഐസിങ് ഷുഗറാണ് എടുക്കുന്നത്. അപ്പം ഞാൻ വെയിറ്റ് നോക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വെയിങ് മെഷീൻ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 200 ml കപ്പിൽ ഏകദേശം ഒരു 4 കപ്പോളം ഐസിങ് ഷുഗറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഐസിങ് ഷുഗർ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആണെങ്കിലും ചെറിയ ചെറിയ തരികൾ കാണും, കട്ടകളൊക്കെ ഉണ്ടാവും. എല്ലാ തരികളും വേറെ വേറെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം ഐസിങ് ഷുഗർ എന്ന് പറയുന്നത് നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ തന്നെയാണ്. പക്ഷെ അതിൽ തന്നെ ഇങ്ങനെ ചിലപ്പം കട്ട പിടിച്ചതുപോലെയൊക്കെ ഉണ്ടാവും. കണ്ടോ, ചെറിയ ചെറിയ കട്ടകളുണ്ട്. അത് നമുക്ക് കൈകൊണ്ടൊന്ന് അമർത്തി ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക്, ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ല തുടച്ച് വൃത്തിയാക്കിയ ബൗൾ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. ബട്ടർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആവരുത്, എന്നാൽ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതും ആവരുത്. ആ ബട്ടറിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിരൽ തൊട്ടാൽ കുഴിയുന്ന ഒരു പരുവായിരിക്കണം. എന്നാൽ വല്ലാതെ അങ്ങ് കുഴിഞ്ഞു പോവുകയും ചെയ്ത് നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവായിരിക്കണം. ഈ 2 കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീരെ തണുപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഈ 2 കാര്യവും എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് ബീറ്റർ വെച്ച് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് അങ്ങ് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബീറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും, കാരണം കൊണ്ട് ഇറങ്ങാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അങ്ങ് ഹൈ സ്പീഡിലേക്ക് ഇടുമ്പോഴത്തേക്ക് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വരണം. അതുവരെ നമുക്കിതങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റൊക്കെ നമ്മൾ ഈ ഒരു ഹൈ സ്പീഡിലൊക്കെ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിൽ ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. കൈകൊണ്ട് അടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതുപോലെ അങ്ങ് അടിച്ചങ്ങ് വൈറ്റ് കളർ ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ബട്ടർ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൺസോൾട്ടഡ് ബട്ടർ തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിപ്പം നല്ല വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സംശയം തോന്നാം എന്തുകൊണ്ടാണ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് ഉപ്പ് ചേർക്കുന്നതെന്ന്. കാരണം സോൾട്ടഡ് ബട്ടർ ആവുന്ന സമയത്ത് ഉപ്പ് ഇച്ചിരി മുന്നോട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ നമ്മുടെ ക്രീമിൽ ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഉപ്പിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയാണ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്യുക. നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്ത് ആ ഉപ്പ് എല്ലായിടത്തും പിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ഉപ്പ് കടിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ സ്പാച്ചുല വെച്ച് ഒന്ന് തട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം സൈഡിലൊക്കെ അങ്ങ് പോയിരിക്കും. ഇതിപ്പം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ആ ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് അങ്ങ് അടിച്ചു കൊടുക്കാം. അങ്ങനെ കുറേശ്ശെയായിട്ടിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. അത് ആദ്യം ലോ സ്പീഡിലിട്ട് അങ്ങ് അടിച്ചാൽ മതി. മിക്സ് ചെയ്ത് അങ്ങ് ലോ സ്പീഡിലിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. ലോ സ്പീഡിലിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സ്പീഡിലേക്ക് ഇട്ടൊന്ന് അടിച്ചാൽ മതി. ഒന്ന് മിക്സ് ആയതിനു ശേഷം അടുത്ത ഐസിങ് ഷുഗർ ഇടുക. എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം 1 കിലോ കേക്കൊക്കെ ചെയ്യില്ലേ, നമ്മളിപ്പോൾ സാധാരണ വിപ്പിംഗ് ക്രീം വെച്ച് 1 കിലോ കേക്കൊക്കെ ചെയ്യുന്ന ആ ഒരു കേക്കിന് ആവശ്യമുള്ള ബട്ടർ ക്രീമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു ക്രീം കിട്ടും. ഇപ്പം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ, നല്ലൊരു ക്രീമി ടേസ്റ്റിൽ, ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിൽ വരാനാണ് നമ്മൾ ഈ ഒരു ഫ്രഷ് ക്രീം ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കുലുക്കിയതിന് ശേഷം എടുക്കണം. അതൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുക്കാം. പിന്നെ ഒരുപാട് തണുത്ത ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ വല്ലാതെ കട്ടയായിപ്പോൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയൊരു തണുപ്പുള്ള ഫ്രഷ് ക്രീം എടുത്താൽ മതി. ഇത് ഒരുമിച്ച് ചേർക്കേണ്ട, ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക.
അപ്പം ഫ്രഷ് ക്രീം ചേർത്ത് അടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കാവുന്നതായിട്ടൊക്കെ തോന്നും. പേടിക്കൊന്നും വേണ്ട. ഒരു ടേബിൾ സ്പൂണും കൂടെ അടുത്ത ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അടിക്കുക. അങ്ങനെ 1/4 കപ്പ് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിൽ നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കാം, വിപ്പിംഗ് ക്രീം ചേർക്കാം, പാല് ചേർക്കാം, വെള്ളം ചേർക്കാം. ഇതിൽ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരുപാട് ഡാർക്ക് കളർ അല്ലാതെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡായിപ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതായാലും മതി. പിന്നെ വിപ്പിംഗ് ക്രീമിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം നമ്മളിപ്പോൾ എടുക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് 200 ഗ്രാം ബട്ടറാണ്. അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു 100 രൂപയോളം വരും. പിന്നെ ഐസിങ് ഷുഗർ ആണെങ്കിൽ ഏകദേശം ഒരു 40 രൂപയോളം വരുന്നുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. അതിപ്പം നമ്മളെ ബട്ടർ ക്രീം ഐസിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി കുറച്ചൊരു കൊച്ചു പണിയും കൂടി ഉണ്ട്. ഇതിപ്പം നമുക്ക് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. കുറച്ചൊന്ന് തണുത്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരുപാട് തണുത്ത് പോകരുത്. നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ വിരലൊന്ന് കുത്തുന്ന സമയത്ത് അത് കുഴിഞ്ഞുന്ന പരുവായിരിക്കണം. അല്ലാതെ ഒത്തിരി അങ്ങ് കുറച്ച് കൂടുതൽ സമയം വെക്കുമ്പോഴത്തേക്കും നല്ല തിക്കായി പോകും. അതുപോലെ ആവരുത്. നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റിയറും ആയിരിക്കും. കണ്ട, ഇപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഐസിങ് പെർഫെക്റ്റ് ബട്ടർ ക്രീം ഐസിങ് ആയി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണുള്ളത്, നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ശരിക്കും നല്ല ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കുന്നില്ല. നല്ലൊരു ക്രീമി, നല്ല ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ചെറിയ ഫ്ലേവർ വരുന്ന ഒരു ബട്ടർ ക്രീം ഐസിങ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം. 100N1 എന്ന് പറഞ്ഞ നോസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീമും കൂടെ നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പതുക്കെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല ഭംഗിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബട്ടർ ക്രീമാണ്. കാണാൻ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. അത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ബട്ടർ ക്രീം ഐസിങ്ങും വിപ്പിംഗ് ക്രീമും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. ഒന്ന് ലൂസായി കഴിഞ്ഞാൽ പിന്നെ അത് ടൈറ്റ് ആക്കി എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ബട്ടർ ക്രീം ഐസിങ് നമ്മൾ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ സാധാരണ വിപ്പിംഗ് ക്രീം പോലെ തന്നെ കുറച്ച് ലൂസായിട്ടൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ബീറ്റർ വെച്ച് ഒന്നുകൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ബട്ടർ ക്രീം ഐസിങ് ഇന്നത്തേനെ കഴിഞ്ഞും ടേസ്റ്റ് നാളെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു കേക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ബട്ടർ ക്രീം ഐസിങ് ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ മധുരമൊക്കെ പാകമാണ്. ആദ്യം നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതിന് മുമ്പ് മധുരം കൂടുതലായിട്ട് തോന്നും. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ രണ്ടാമതും അടിച്ചതിന് ശേഷം മധുരമൊക്കെ പാകത്തിനാണുള്ളത്. ഇനി നമുക്ക് ഐസിങ് ഷുഗർ ഒന്നും വീട്ടിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം പഞ്ചസാര ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങ് പൊടിക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് എത്രത്തോളം പൊടിക്കാമോ അത്രത്തോളം പൊടിക്കുക. പഞ്ചസാര പൊടിച്ചത് ചൂടായി പോകരുത്. ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ പത്തിരിപ്പൊടിയൊക്കെ അരിച്ചെടുക്കില്ലേ, ആ ഒരു വളരെ തിന്നായിട്ടുള്ള അരിപ്പയിൽ കൂടെ വേണം അരിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ ക്രീം ചെയ്യുന്ന സമയത്ത് അതിന് സ്മൂത്ത് ആയിട്ട് കിട്ടില്ല, ഒരു തരിതരിപ്പ് എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ബട്ടറാണ് എടുക്കുന്നത്. 200 ഗ്രാം ബട്ടർ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഈ ബട്ടറും നേരത്തെ പോലെ തന്നെ അതേപോലെ നല്ല ഫ്ലഫി ആക്കി നല്ലൊരു ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നല്ല ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ സ്പാച്ചുല വെച്ച് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടങ്ങ് അതേപോലെ തന്നെ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫോണ്ടൻ കേക്ക് ചെയ്തില്ലേ, ക്രിസ്മസ് തീമിൽ ചെയ്തിട്ടുള്ള ഫോണ്ടൻ കേക്ക്, ആ ഒരു കേക്കിലേക്ക് ഈ ഒരു അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 200 ഗ്രാം ബട്ടറും 400 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, ആ ഒരു അളവാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ ഏകദേശം അത് മുഴുവൻ തന്നെ എടുത്തിട്ടുണ്ട്.
കാരണം നമ്മൾ ക്രം കോട്ട് ചെയ്തു. അതിനുശേഷം ഫുള്ളായിട്ട് പിന്നെയും ഒന്നുകൂടെ കവർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ അവസാനത്തെ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തപ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ലൂസാക്കാൻ വേണ്ടി നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ക്രീമിന് പകരം ഇന്നത്തെ പാലാണ് കേട്ടോ ചേർക്കുന്നത്. പാല് ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകും. ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ വ്യത്യാസമൊന്നും മനസ്സിലാവുന്നില്ല. കാണുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണുള്ളത്. നമുക്ക് ഇത് നേരത്തെ പോലെ തന്നെ ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പം 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. വിരൽ കുഴിഞ്ഞു പോകുന്നുണ്ട്. നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ഫ്ലഫി ആക്കി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം തട്ടിയിട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഫ്ലഫി ആക്കി എടുക്കാം. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബീറ്റർ കൊണ്ട് അടിച്ചതിന് ശേഷം ഇതുപോലെ സ്പാച്ചുല വെച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. ഇളക്കി അങ്ങ് സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി അമർത്തി ഇങ്ങനെ തേച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഏത് ക്രീമിനായാലും ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ 3 തരത്തിൽ ചെയ്യുന്നതിലും ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു ഹോൾസ് ഒന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ആ ഒരു സിൽക്കി ടെക്സ്ചറിലേക്ക് നമുക്ക് ബട്ടർ ക്രീം കിട്ടും. കാണാൻ നല്ല സ്മൂത്തിയാണ്, നല്ല സിൽക്കി പോലെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ എടുത്ത് നോക്കുമ്പം ചെറിയൊരു തരിതരിപ്പുണ്ട് കേട്ടോ. ഐസിങ് ഷുഗർ വെച്ച് ചെയ്യുന്ന അത്രയും ഒരു പെർഫെക്ഷൻ കൈകൊണ്ട് തൊടുമ്പോൾ ഇല്ല. ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ അത്രയും സൂം ചെയ്ത് നോക്കുമ്പോൾ മാത്രം നമുക്കിതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പോൾ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് മാത്രം അതിൻ്റെ അരികൊക്കെ കണ്ടോ ചെറിയതായിട്ട് ചെറിയ ഒരു ടെക്സ്ചറിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അല്ലാതെ നേരിട്ട് കാണുമ്പോൾ ഒരു വ്യത്യാസമില്ല കേട്ടോ. കാണാനായിട്ട് സെയിം ആണ്. നേരത്തെ രണ്ടും സെയിം തന്നെയാണ്. ഇനി നമ്മൾ 3ാമത്തെ ടൈപ്പ് ബട്ടർ ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് നേരത്തെ എടുത്തതിൻ്റെ പകുതി ബട്ടറേ എടുക്കുന്നുള്ളൂ കേട്ടോ. 100 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്, മറ്റേതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട ഇതിന്. ഉപ്പിട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഏകദേശം ഒരു 125 ഗ്രാം മുതൽ 150 ഗ്രാം വരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പോളം വരും കേട്ടോ. അതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം മധുരം ഒന്ന് നോക്കി മധുരം പോരാ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഓരോ ബ്രാൻഡിലും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരത്തിന് വ്യത്യാസം ഉണ്ടാവും ചെറിയ രീതിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഈ ഒരു അളവൊക്കെ തന്നെ എടുത്താൽ മതി. 125 ഗ്രാം എടുത്തതിന് ശേഷം വേണമെങ്കിൽ മധുരം നോക്കി കുറച്ചുകൂടെ ആവാം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. മധുരം നോക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത് വെച്ചാൽ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ആ മധുരം ആ പാകത്തിന് ചേർത്ത് കൊടുത്ത് അടിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതും ഫ്രീസറിൽ വെച്ചെടുത്ത് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതും നല്ല സ്മൂത്താണ്. നല്ല സ്മൂത്ത് എന്ന് വെച്ചാൽ ഏറ്റവും സ്മൂത്തായിട്ട് തോന്നുന്നത് ഈ ഒരു ക്രീമാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം അടിച്ച ക്രീമാണ്. രണ്ടാമത് അടിച്ചതും പിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയതായിട്ട് ഒരു പാൽപ്പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്നില്ല കേട്ടോ. പഞ്ചസാര തന്നെയാണ് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു സമയത്താണ് നമ്മൾ കളർ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏത് ബട്ടർ ക്രീമിലായാലും ഇതേപോലെ തന്നെ ഈ സമയത്ത് ലാസ്റ്റ് കളർ ചേർത്ത് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കളർ ചേർക്കുന്നത് ജെൽ കളറാണ് കേട്ടോ നല്ലത്. പിന്നെ കൂടാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കി വാങ്ങിക്കുക. കുറച്ചൊരു റെഡ് കളർ ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇതും അതേപോലെ ഞാനിത് പൈപ്പിംഗ് ബാഗിൽ എടുക്കുന്നുണ്ട്. ഞാൻ 100 N1 ആയിരുന്നു നേരത്തെ എടുത്തപ്പോൾ 100 N2 എടുക്കുകയാണ് കേട്ടോ. ഏതായാലും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല സ്മൂത്ത് നല്ല സിൽക്കി ടെക്സ്ചറാണ്. അതിൻ്റെ ആ ടെക്സ്ചറിനാണ് മാർക്ക് കൊടുക്കേണ്ടത്. നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് ഞാൻ ഈ ഒരു ക്രീമിൻ്റെ കൂടെ അല്ല കേട്ടോ ഉള്ളത്. പക്ഷേ ടെക്സ്ചർ വൈസ് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് 3 തരത്തിലുള്ള ബട്ടർ ക്രീം ഐസിങ്. ഇത് വെച്ച് നമുക്ക് കേക്കും ഫോണ്ടൻ കേക്കും കപ്പ് കേക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ട എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയുമ്പോഴാണ് എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.